ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. ഞാൻ കുറേ നാൾ കൊണ്ട് മേടിക്കാനായിട്ട് വിചാരിച്ചൊരു ഐറ്റമാണ് കേട്ടോ. ഒരു ഒരു എന്താ പറയുക, ഇലക്ട്രോണിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻ്റെ കത്രിക ഇവിടെ. ഓക്കെ, അപ്പോൾ അത് അൺബോക്സിംഗ് ആണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. യൂട്യൂബേഴ്സിന് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം നമുക്ക് എന്തായാലും പൊട്ടിച്ച് നോക്കാം. ഇതെവിടെ കണ്ടിക്കുന്നത് കണ്ടിക്ക എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അമ്മച്ചി. അമ്മച്ചി കഷ്ടപ്പാട്. ഒരു കത്തി വേണം. കൊലപാതകം ചെയ്യാം. അവിടെ നിന്ന് സൈഡിൽ നിന്ന് റോഡിൻ്റെ മൈക്കൊക്കെ ഒരു 10 മിനിറ്റ്. ഓക്കെ, ഇതിപ്പോൾ തീരും. അപ്പോൾ ഇതാണ് ഐറ്റം. റോഡിൻ്റെ 2 ഉണ്ട്. വയർലെസ് ഗോ ടു എന്ന് പറയുന്നതാണ് കേട്ടോ. ഞാൻ കുറേ റിവ്യൂസ് കണ്ടു. ഇതിൻ്റെ ഇപ്പോൾ പുതിയൊരു സാധനം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്, വേറെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി എല്ലാവരും റിവ്യൂ പറഞ്ഞതിൽ എനിക്ക് ഇതാണ് ഇഷ്ടമായത്. അപ്പം നമുക്ക് നോക്കാം. ഇതെന്താണ് പൊട്ടാത്ത? ഓക്കെ, പതുക്കെ പൊട്ടിക്ക് നോക്കാം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. എന്താണ് ഗൈസ്, ഇത്രയും ഐറ്റംസാണുള്ളത്. ഇതെന്തൊക്കെയോ അതിൻ്റെ ചാർജിങ് കേബിളും കാര്യങ്ങൾ. നമുക്ക് ഇത് കാണുന്നുണ്ടോ? എന്താ രസം കാണാൻ. ഇനി ഇത് വർക്കാവും നോക്കുന്നത്. ഇതെന്താണ്? പഞ്ചസാര. പഞ്ചസാരയുടെ സാധനമാണ്. ഇതിനി തുറന്നെടുക്ക. വർക്കാവും എന്നൊക്കെ നോക്കണം. എൻ്റെ മൈക്കിൽ ഇതെല്ലാം കേൾക്കും. ഞാനിത് കട്ട് ചെയ്യത്തില്ല, വോയിസ് ഒന്നും. ഓക്കെ, നമുക്കിനി ഇതിൽ വയർലെസ്. ഇതെല്ലാം വയർലെസ് ആണോ? അല്ല, ഇത് രണ്ടും മൈക്ക്. ഇതതിൻ്റെ റിസീവറാണെന്ന് തോന്നുന്നു. ആണ്. ഇതെവിടെയോ ഞെക്കാം. നമുക്ക് വർക്കാവോ നോക്കാമല്ലോ. അയ്യോ, ദേ പോയത്. ഞെക്കി പിടിച്ചാൽ വർക്കാവും എന്നാണ്. വർക്കാവണില്ലേ? എന്താ വർക്കാവാത്ത? ഇവിടെ തന്നെ അല്ലേ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്? ഇതെന്താ ഓണാവാത്ത? വർക്കാവോന്ന്. ഇതെങ്ങനെ വർക്കാക്കേണ്ടേ? നീ പോസ് ചെയ്ത് വന്നു. ഹലോ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഞാനിത് എടുത്തിട്ട് കുറച്ച് ദിവസമായി. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത് ഞാൻ മേടിച്ചത് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു മൈക്ക് മേടിക്കണം, ഒരു മൈക്ക്, റോഡിൻ്റെ മൈക്ക് മേടിക്കണം എന്ന്. അപ്പം അങ്ങനെ മനസ്സിൽ വിചാരിച്ച് മേടിച്ചു അവസാനം. അപ്പോൾ അതിൻ്റെ മൈക്ക് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് നോക്കാനായിട്ട് അന്ന് നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ടെക്നിക്കുകൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇരുന്ന് കണ്ട് അവസാനം എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി, ഞാൻ എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ഒരു ശബ്ദം കേൾക്കുന്നത് റോഡിൻ്റെ മൈക്കിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് യൂട്യൂബിൽ പല ആൾക്കാരും എൻ്റെ വീഡിയോയ്ക്ക് മൈക്കില്ലാത്ത വീഡിയോസിനാണെങ്കിലും മൈക്കുള്ള വീഡിയോസിന് വരെ എൻ്റെ അടുത്ത് കമൻറ്റ് വന്ന് പറഞ്ഞിട്ടുണ്ട് സൗണ്ട് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്കിനി മൈക്കുള്ള വീഡിയോസിലും സെറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ചിലപ്പോൾ മൈക്കും വെച്ചുകൊണ്ട് നടക്കണമെന്നില്ല. കാരണം വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാത്തിലും നമുക്കിപ്പോൾ ചിലപ്പം മൈക്ക് വെച്ചുകൊണ്ടിരുന്ന് സംസാരിക്കാൻ പറ്റണമെന്നില്ല. അപ്പം പറ്റുന്ന വീഡിയോസിൽ ഞാൻ മൈക്ക് വെച്ച് സംസാരിക്കുന്നതാണ്. അപ്പം ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈക്ക് വെച്ചിട്ടുള്ള ശബ്ദമാണ്. ഇതിൻ്റെ കുറേ ടെക്നിക്കുകൾ ഉണ്ടായിരുന്നു. അപ്പം ഇതെനിക്ക് എങ്ങനെ മാറ്റേണ്ടത് ഒന്നൊന്നും എനിക്കറിയില്ല. അപ്പം കുറേ വീഡിയോസ് ഇരുന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഞാനിരുന്ന് കണ്ടു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചു, ഇത് യൂസ് ചെയ്ത ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചു. അങ്ങനെ അവരൊക്കെ കുറേ വീഡിയോസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ ഇപ്പം
ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചത്. മെയിനായിട്ട് എനിക്ക് പറഞ്ഞു തന്നെ എൻ്റെ ഫ്രണ്ട് അശ്വിൻ മാടമ്പള്ളി, ആളറിയായിരിക്കും, യൂട്യൂബറാണ്, ഈ ഇൻഫർമേഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആളാണ് എനിക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ച് നീ ഇത് കണ്ടു നോക്കുക, അപ്പം നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു നോക്കിയത്. അങ്ങനെ വീഡിയോസ് ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല, പിന്നെ ഇതെങ്ങനെയാണെന്നുള്ളത് ഏകദേശം ഐഡിയ ഒക്കെ കിട്ടി ഞാൻ ചെയ്തു. വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് ഇത് സൗണ്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ശബ്ദത്തിലാണെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആമസോണിലായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 35,000 ആണ് ഈ ഒരു വരുന്നത്. പിന്നെ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് അടിപൊളിയായിട്ടുള്ള മൈക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര രസമാണ്. ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി നിൽക്കുകയാണെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കത് യൂസ്ഫുള്ളായിരിക്കും ഇങ്ങനൊരു ഐറ്റം നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് മേടിക്കാനുള്ള കാരണം ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ മൈക്ക് മേടിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു മൈക്ക് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതിലായിരിക്കും വീഡിയോസൊക്കെ വരുന്നുണ്ടാവുക. ഇപ്പോൾ ഞാൻ റൂമിലെത്തി, ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തി. കുറേ ആൾക്കാരോട് ചോദിച്ചു ഞാനിനി തിരിച്ച് UAE പോകില്ലേ എന്നുള്ള ചോദ്യം, ഡൗട്ടുണ്ട്. ഞാൻ 13-ാം തീയതിക്ക് ശേഷം UAE തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ തൽക്കാലത്തേക്ക് വന്നതാണ്. ഓക്കെ, കമ്പനി ബേസ് ചെയ്തിട്ട് ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ തിരിച്ച് അടുത്ത മാസം ഞങ്ങൾ പോകും. യെസ്, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എന്താണ്, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.